50 വയസ്സായാലും ഇന്നും എനിക്ക് വല്ലാത്ത ചില കുഴപ്പങ്ങളാണ് എന്ന് പറയുന്ന വിലാസിനിയുടെ ഇമെയിൽ നമുക്കൊന്ന് വായിച്ചാലോ? മാഡം, എൻ്റെ പേര് വിലാസിനി. യഥാർത്ഥ പേരൊന്നുമല്ല. 50 വയസ്സുണ്ട്. 10 വർഷം ഞാനൊരു സ്കൂളിലെ ടീച്ചറായിരുന്നു. പിന്നെ 2 കുട്ടികളുണ്ടായിക്കഴിഞ്ഞ് അവരെ വളർത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ജോലി രാജിവെക്കാൻ. അങ്ങനെ ഞാൻ ജോലി രാജിവെച്ച് കുട്ടികളെ നോക്കി ജീവിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഒരു അധ്യാപകനായിരുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് ആണ്. അവൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ വിദേശത്ത് സെറ്റിൽഡാണ്. മകളെ ഇവിടെ അടുത്താണ് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധമുണ്ട് മാഡം. ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനും ഭർത്താവും പിന്നെ ഭർത്താവിൻ്റെ ഫാമിലുള്ളവരും എൻ്റെ ഫാമിലുള്ളവരുമൊക്കെ നല്ല ഫെയറായി സൗന്ദര്യമുള്ള ആളുകളാണ്. പക്ഷേ എൻ്റെ മകൾ ഇരുണ്ട നിറമുള്ള ആളാണ്. അതിലവൾക്ക് ഒത്തിരി അപകർഷതാബോധമുണ്ടായിരുന്നു. അവളുടെ ചേട്ടൻ വെളുത്ത് തൊടുത്ത് സുന്ദരനായിരിക്കുന്നു. അമ്മയും അച്ഛനും എല്ലാം വെളുത്തിരിക്കുമ്പോഴേക്കും അവൾക്ക് ഇരുണ്ട നിറം വന്നത് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും ഇടയാക്കി. അപ്പോൾ ചോദിക്കും, ഇരുണ്ട നിറമുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ലെന്ന്. അങ്ങനെയല്ല, പക്ഷേ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് വേറെയാണല്ലോ. അതുകൊണ്ട് അവൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് മാഡം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇരുണ്ട നിറമുള്ള ആളായതുകൊണ്ട് അച്ഛൻ്റെ ഛായയായിരിക്കും അവൾക്ക് വന്നത് എന്ന് പറഞ്ഞ് ബന്ധുക്കളൊക്കെ സമാധാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതങ്ങനെയല്ലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാര്യം എൻ്റെ 2ാമത്തെ മകളെ ഗർഭം ധരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് വേറെ ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോയി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. മോനും ഞാനും ഭർത്താവിൻ്റെ പ്രായമായ അമ്മയുമാണ് ഞങ്ങളുടെ വീട്ടിൽ. വേറെ ആരുമില്ല. അമ്മായിയമ്മയ്ക്ക് വയ്യ. പുള്ളിക്കാരി ആഹാരം കഴിക്കും കിടക്കും. ഇത്രയേ ഉള്ളൂ. പ്രത്യേക മുറിയെല്ലാം ഉണ്ട്. വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും പുറത്തിറങ്ങിയോ മറ്റോ ചെയ്യുകയില്ല. അങ്ങനൊരു സിറ്റുവേഷനായിരുന്നു. ഇതിനിടയ്ക്ക് ഭർത്താവ് ദൂരെയായി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ തന്നെയുള്ള ഭർത്താവിൻ്റെ കൂടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരാളെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. അങ്ങേര് കൃഷിക്കാരനാണ്. പിന്നെ മറ്റു തൊഴിലുകളൊക്കെ ചെയ്യാനും പോകും. കൃഷിപ്പണിയൊക്കെ ചെയ്യാനും സഹായിക്കാനും തെങ്ങിൽ കയറാനും ഒക്കെ വരുന്ന ഒരാളാണ്. ഭർത്താവിൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പണിക്കാനായിട്ടൊന്നും കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വീട്ടിൽ കൃഷി മറ്റു കാര്യങ്ങൾ എന്തു പറഞ്ഞാലും ഇനിയിപ്പോൾ ഒരു ബില്ലടയ്ക്കണമെങ്കിൽ പോലും പുള്ളിക്കാരനാണ് ചെയ്തുകൊണ്ടിരുന്നത്. തൽക്കാലം പുള്ളിക്കാരനെ സജി എന്ന് വിളിക്കാം. സജി ചേട്ടൻ ഇരുണ്ട നിറമുള്ള ഒരു കൃഷിവലനാണ്. നല്ല അധ്വാനിയാണ്. അധ്വാനിച്ച ശരീരം നന്നായി ഉറച്ചിരിക്കുകയാണ്. ഭാര്യ നല്ല സുന്ദരിയാണ്. 2 പെൺമക്കളുമുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആളുകളാണല്ലോ. ഞങ്ങളുടെ വീട്ടിലായിരിക്കും മിക്കവാറും അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുക. അദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ വൈകുന്നേരമാകും നോക്കുക. രാവിലെ ഇവിടുത്തെ കാര്യങ്ങളും കൃഷികളുമൊക്കെ വന്ന് നോക്കും. വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരമൊന്നുമില്ലെങ്കിലും സാമ്പത്തികപരമായി അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമുള്ള ആളല്ല. എങ്കിലും ഞങ്ങളുടെ വീട്ടിലൊരു പണിക്കാരനായിട്ടാണ് പല മനുഷ്യരും അദ്ദേഹത്തെ കണ്ടിരുന്നത്. ചില സമയത്തൊക്കെ എൻ്റെ വീടിനടുത്തുള്ള ചില സ്ത്രീകൾ, ഭർത്താവ് അങ്ങ് പോയാലും നിനക്ക് പണിക്കാരനുണ്ടല്ലോ, പണിയും നടക്കും, നിനക്കൊരു സഹായമാകും എന്നൊക്കെ ചിലർ അർത്ഥം വെച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊന്നും ഞാൻ എതിർക്കാൻ പോയില്ല. ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. പുള്ളി ഒരു പാവ മനുഷ്യനാണ്. അവൻ ഇങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ആണും പെണ്ണും അതാരാണെങ്കിലും ചേർത്ത് പറയുക എന്നുള്ളത് നാട്ടുകാരുടെ ഒരു കർത്തവ്യമായിട്ട് നീ കരുതിയാൽ മതി. എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നീ ഇതിന് ചെവി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. ഭർത്താവിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താണ്. പിന്നെ സജേട്ടനാണെങ്കിലും എന്നോട് ഭയങ്കര കാര്യമാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും ശരിക്കും അദ്ദേഹം ഒത്തിരി മുൻകൈ എടുത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി. എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ ആ സമയത്ത് ആശ്രയിക്കേണ്ടി വന്നത് സജിച്ചേട്ടനെയാണ്. അദ്ദേഹത്തിന് കാര്യമായ ഒരു ദുസ്വഭാവങ്ങളുമില്ല. എനിക്ക് തോന്നുന്നു സിഗരറ്റ് വലിക്കുമെന്ന്. സിഗരറ്റിൻ്റെ മണം എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവ് സിഗരറ്റ് വലിക്കില്ല. എങ്കിലും എൻ്റെ അച്ഛൻ സിഗരറ്റ് വലിക്കുമായിരുന്നേ. അതുകൊണ്ട് സിഗരറ്റിൻ്റെ മണമുള്ള ആണുങ്ങളോട് എന്തോ എനിക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു. രാവിലെ ഒരു ദിവസം അദ്ദേഹം വന്നു. ആ സമയത്ത് എൻ്റെ സഹോദരൻ ഗൾഫിലായിരുന്നു. അവൻ കൊണ്ടുവന്ന ടാങ്ക് ഞാൻ കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ടാങ്ക് ഞാൻ കലക്കുന്നുണ്ടെന്ന്. അവിടെ വെച്ചേക്ക് മോളെ, ഞാൻ പിന്നീട് വന്ന് കഴിച്ചോളൂ, 1 മണിക്കൂർ കഴിയട്ടെ, ഫ്രിഡ്ജ് വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ തലയാട്ടുകയും ചെയ്തു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്തായാലും കൃഷിയൊക്കെ നോക്കി അവിടെ വെയിലത്തൊക്കെ ചിലപ്പോൾ അധ്വാനിക്കുകയല്ലേ, അങ്ങോട്ടും കൊണ്ട് കൊടുക്കാം എന്നെനിക്ക് തോന്നി. ഒരു ജഗ്ഗിൽ
ടാങ്കും നിറച്ച് ഗ്ലാസുമായി ഞാൻ പറമ്പിലേക്ക് ചെന്നു. പക്ഷേ പറമ്പിൻ്റെ ആദ്യ സൈഡിലൊന്നും പുള്ളിക്കാരനെ കണ്ടില്ല. പക്ഷെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തെ കണ്ടു. പക്ഷേ അസാധാരണമായ എന്തോ കാര്യങ്ങൾ അവിടെ നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു തെങ്ങിൽ ചാരിയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. കൂടെ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ശബ്ദമുണ്ടാക്കാതെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ പറമ്പിനതിരിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഭർത്താവ് ഇല്ലാത്ത സ്ത്രീയാണ്. 2 കുട്ടികളുമുണ്ട്. 2 പശുക്കളെ അവർ വളർത്തുന്നുമുണ്ട്. അവരുടെ ഒരു മകൻ വൈകുന്നേരവും രാവിലെയും പാല് ഇവിടെ കൊണ്ടുതരികയും ചെയ്യും. പക്ഷേ ആ സ്ത്രീയുമായി എനിക്ക് ഡയറക്റ്റ് സംസാരിക്കാനുള്ള അവസരങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. അവർ ഇങ്ങോട്ട് വരാറില്ല. പക്ഷേ ഇപ്പോൾ സജിചേട്ടനെ കൂടെ നിൽക്കുന്നത് അവരാണ്. നിൽക്കുകയല്ല, അവർ അവരുടെ കർമ്മപഥത്തിലൂടെ ചുറ്റിത്തിരിയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സ്ത്രീയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള എന്തോ ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ ആകെ നാണക്കേട് തോന്നി. ഇങ്ങനെയൊക്കെ അലറുമോ പെണ്ണുങ്ങൾ, അതും പരിസരം മറന്ന്. 2 പേർക്കും പരിസരം മറന്നുള്ള ചിന്തയാണ്. പക്ഷേ അവിടെങ്ങും ആരും വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നി. ഇടയ്ക്കവർ പെട്ടെന്ന് ഞെട്ടി മാറിയിട്ട് താഴേക്കിരുന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ സ്ത്രീയിൽ ആരും അഡിക്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അവരുടെ ലീലാവിലാസങ്ങൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിലുപരി എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു കണ്ട ആ വലിയ സത്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഭർത്താവിനേക്കാൾ ഉയർന്നവനാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഈ തേജസ്സിൻ്റെ ഒരംശം പോലുമില്ലല്ലോ. ചുമ്മാതല്ല ഈ സ്ത്രീ ചാടി വീണത്. നിറത്തിലും രൂപത്തിലും ഒന്നുമല്ല കാര്യം, വേറെ പല കാര്യങ്ങളുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ കാര്യങ്ങളോട് ആ സ്ത്രീക്കുള്ള ഇഷ്ടവും സംതൃപ്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആകെ എൻ്റെ ദേഹത്ത് ഒരു കിലുകിലിപ്പ് വന്നു. എനിക്കവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും കണ്ട് ഒന്ന് ഊട്ടി ഉറപ്പിച്ച ശേഷം ഞാൻ തിരിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പെൺമനസ്സിൽ ഒത്തിരി അസൂയ ഉണർന്നു. പറ്റില്ല, ഇത് തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നേയില്ല. ആകെ മൊത്തം എന്തോ ഒരു നഷ്ടബോധം എനിക്കുണ്ടായി. എനിക്കോ കിട്ടുന്നില്ല, വേറെ ആരൊക്കെയോ അനുഭവിക്കുന്നൊരു ഫീലിങ്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇത്തിരി മുന്നേക്ക് നടന്നു. എന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്കല്ല, തിരിഞ്ഞ് മുന്നേക്ക് നടന്നിട്ട് അവിടെ നിന്ന് സജിചേട്ടാ വെള്ളം കൊണ്ട് ഞാൻ വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചു. സാധാരണ ഞാൻ പറമ്പിലേക്ക് ചെല്ലുന്നതല്ലോ. പുള്ളി ഉടനെ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി വന്നു. ആ സ്ത്രീയും അപ്പുറത്തേക്ക് ഓടിപ്പോകുന്നത് ഞാൻ മിന്നായം പോലെ കണ്ടു. പുള്ളി ആകെ വിയർത്ത് പരവശനായിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല ചേട്ടാ, നന്നായി കിതക്കുകയും വിയർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന് എന്ത് പണിയായിരുന്നു അവിടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ തെങ്ങിന് തടമെടുക്കുകയായിരുന്നു. 2-3 തെങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ട്, അതിന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. തെങ്ങിന് തടമെടുക്കായിരുന്നോ അതോ തെങ്ങിൽ ചാരി നിന്ന് തടയെടുക്കായിരുന്നോ? സജിചേട്ടനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കരുതിയില്ല. അതും ഓപ്പൺ എയറിൽ. അതും ആ സ്ത്രീ, അവർക്ക് ഭർത്താവ് പോലുമില്ല. ഇത്രയും ഓപ്പണായി എങ്ങനെ ചേട്ടാ ഇതിനൊക്കെ ധൈര്യം വരുന്നത്? എനിക്കാണെങ്കിൽ സ്വപ്നത്തിൽ പോലും ആലോചിക്കാവുന്നൊരു കാര്യമല്ല. എന്ത് റിസ്ക്കാണ്. അതിനപ്പുറത്ത് ഒരു നടവഴിയുണ്ട്. അതിലേ പോകുന്നവർ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ്റെ മാനം കപ്പലേറില്ലേ? ചേട്ടൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ജീവിക്കുക? പിന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ നിനക്കവനെ വിശ്വസിക്കാം. അതുകൊണ്ടാണ് വിശ്വസിച്ച് പറമ്പിലെ പണിയെല്ലാം അവനെ ഏൽപ്പിച്ചത്. എൻ്റെ കൂട്ടുകാരനല്ലേ? എന്നിട്ട് ചേട്ടൻ കാണിച്ചത് എന്താണ്? ഞാൻ ഇനി എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക? ചേട്ടൻ വരുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് തോന്നുക എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അവൾ ഞാൻ പറമ്പിൽ ചെല്ലുമ്പോൾ മിക്കവാറും സമയത്ത് എന്നോടൊന്ന് സംസാരിക്കും. അവളുടെ ഭർത്താവ് ഇല്ലാതായിട്ട് കുറേ വർഷമായില്ലേ. അവൾ തന്നെയാണ് ഇങ്ങോട്ട് എന്നെ ഇഷ്ടമാണെന്നും എന്നെ കാണുമ്പോൾ തന്നെ അവളെല്ലാം മറക്കുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി കിന്നാരം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവൾ തന്ന ഓഫറിൽ ഞാൻ മതി മറന്നുപോയി. പലപ്പോഴും അവിടെ പിള്ളേരുണ്ടാകില്ല. ആ സമയത്ത് ഇവിടെ പണിക്ക് വരുമ്പോഴേക്കും ഞാൻ അവളുടെ വീട്ടിൽ പോകും. ഇന്നാണെങ്കിൽ പിള്ളേരവിടെ ഉണ്ട്, അവരിങ്ങോട്ട് വരികയില്ല. പക്ഷെ അവൾക്ക് എന്നെ കണ്ടപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റില്ല. 10 മിനിറ്റെങ്കിലും ഹ്രസ്വകാല സംപ്രേഷണം നടത്താം ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്നതാണ്. എന്ത് ചെയ്യാനാണ്, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി. പക്ഷേ മോളോട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു രീതിയിലും പെരുമാറില്ല. അവൾ ഇങ്ങോട്ട് എന്നെ വന്ന് ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ്. മോൾക്കറിയില്ലേ, ആണുങ്ങൾക്ക് അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്.
ഒന്നും നിയന്ത്രണത്തിലല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും ഇത് എൻ്റെ ഭർത്താവിനോട് എനിക്ക് പറയേണ്ടി വരും. ഇത്തിരി തോന്നിവാസം ഈ വീട്ടിൽ വന്ന് കാണിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരോട് പറയാതിരിക്കുക? അപ്പോഴേക്കും പുള്ളി എന്നോട് കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു, പ്ലീസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എങ്ങനെയെങ്കിലും നമുക്കിത് കോംപ്രമൈസ് ആക്കാം. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ആ തെറ്റ് ഉണ്ടാകില്ല. ഞാനിപ്പോൾ പറഞ്ഞു, എന്നേക്കുമായി അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവളെ കാണുന്നതിന് എനിക്ക് കലിയാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കാം, പക്ഷേ അവൾക്കെന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അസൂയായി. ഞാൻ പറഞ്ഞു, അവളുടെ കുത്തിയിരിപ്പിഷ്ടം എന്താണെന്ന് ഞാൻ കണ്ടതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലെന്ന് മനസ്സിലായി, വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായി തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞു. പുള്ളി മിഴിച്ചു നിന്നു. ഞാൻ പറഞ്ഞ്, ഇത് ഇന്നത്തോടുകൂടി നിർത്തിയേക്കണം, എങ്കിൽ ഞാൻ ആരോടും ഒന്നും പറയില്ലെന്ന്. പുള്ളി പറഞ്ഞ്, നിർത്താം, ഇനി അവളുമായി എനിക്ക് ഒരു സംസർഗവുമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ആയിപ്പോയതിന് കാരണം എൻ്റെ സുന്ദരിയായ ഭാര്യ തന്നെയാണ്. സൗന്ദര്യം ഉണ്ടായപ്പോഴല്ലോ എന്നെ അവൾ പരിഗണിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു പുരുഷനല്ലേ, മോൾക്ക് മനസ്സിലാകില്ലേ? അങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയത് എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വഴിതെറ്റിപ്പോകേണ്ടത് ഇതുപോലൊരു സ്ത്രീയുമായിട്ടല്ല, അവർക്ക് ഒത്തിരി ആളുകളുമായി ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെക്കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമില്ല. നിങ്ങൾ അവൾക്ക് പൈസ കൊടുക്കുമായിരുന്നു ചോദിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിക്കും, ഞാൻ കുറച്ച് കൊടുക്കുകയും ചെയ്യുമെന്ന്. അത് തന്നെ ലക്ഷ്യം, ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു. പുള്ളി തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ആവർത്തിക്കില്ലെന്ന്. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയില്ല, നേരെ പറമ്പിലേക്ക് പോയി. ഞാൻ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്നു. അപ്പം എന്നോട് ചോദിച്ചു, എൻ്റെ സംശയമാണല്ലേന്ന്. ഞാൻ പറഞ്ഞു, കണ്ട കാഴ്ച സംശയിക്കാൻ തക്കതല്ലേ, അപ്പോൾ സംശയമുണ്ട്, ഇനിയൂടെ തെങ്ങിന് തടമെടുക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നെ പുള്ളിക്കാരനും നോക്കി. ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നല്ലേന്ന്. പുള്ളി ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, അവളുടെ ചീഞ്ഞ തെങ്ങിന്, മണ്ട പോയ തെങ്ങിന് തടമെടുക്കുന്നതിന് പകരം ഇവിടെ കുലച്ച് പൂത്ത് നിൽക്കുന്ന കൊന്നത്തെങ്ങിന് നിങ്ങൾക്ക് തടമെടുത്ത് കൂടെയെന്ന് ഞാൻ ചോദിച്ചു. അത് കേട്ട് പുള്ളി ഉഗ്രനൊന്ന് ഞെട്ടി. എന്താ മോളെ നീ പറയുന്നതെന്ന്? എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, എനിക്കും ചില കാഴ്ചകൾ കണ്ടപ്പോൾ ആഗ്രഹങ്ങൾ വന്നു. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. അപ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? എൻ്റെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമാണോ? എൻ്റെ അനാവശ്യം നിങ്ങൾക്ക് ആവശ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആവശ്യങ്ങൾ കൂടി വരികയാണ്. പിന്നെ ഞാൻ കണ്ടിരുന്നു, അവൾ മോഹിച്ചതുപോലെ തന്നെ എനിക്കും കണ്ടപ്പോൾ മോഹമുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ടി സ്വന്തമായി പതിച്ചു നൽകണം എന്ന് പറഞ്ഞു. പുള്ളി ശങ്കിച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് രജിസ്ട്രേഷൻ നടത്തണമെന്ന് പറഞ്ഞു. വേണോ മോളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഞാൻ വലിച്ചുകൊണ്ട് പോകുകയായിരുന്നു. പുള്ളിക്കാരന് ഭയാശങ്കകളായിരുന്നു അധികം. എനിക്കാണെങ്കിൽ ഒരാശങ്കയുമില്ല. കാര്യം എൻ്റെ ഭർത്താവോ മറ്റുള്ളവരോ ഇപ്പോൾ ഇങ്ങോട്ട് വരികയില്ല, അമ്മായിമ്മ ഒരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നു മുതൽ ജലസേചന പദ്ധതി ഈ കനാലിൽ, ഈ പറമ്പിൽ മാത്രമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒന്നും പറയാൻ അവസരം കൊടുത്തില്ല. കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ഭർത്താവ് ഒരു ടീച്ചറായതുകൊണ്ട് പല നിയന്ത്രണങ്ങളുമുണ്ട്. അദ്ദേഹം റോ ആയൊരു മനുഷ്യനാണ്. അതിൽ നിന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നതിലും അധികമുണ്ടാകും എല്ലാം എന്ന് എനിക്കറിയാമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ സ്വപ്ന സമാനമായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു അനുഭവങ്ങളാണ് എനിക്ക് അന്ന് മുതൽ പകർന്നു കിട്ടാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ ഒരു വെപ്രാളവും പരവേശവും. അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്നെ തേടി വരാൻ തുടങ്ങി. ഭർത്താവിൻ്റെ അടുത്ത് കുറച്ച് ബഹുമാനത്തോടു കൂടിയും നിയന്ത്രണത്തോടു കൂടിയും പെരുമാറുന്ന ഞാൻ സൈച്ചേട്ടൻ്റെ അടുത്ത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു പോകുന്ന ഒരു പടക്കുതിരയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം രഹസ്യമായി ഒരു വഴിക്ക് നടന്നുകൊണ്ടിരുന്നു. മിക്കവാറും എല്ലാ ആഴ്ചയും രാവിലെ മോനെ സ്കൂളിൽ അയച്ച ശേഷം ഞാൻ സ്വതന്ത്രയായി ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു. ഹസ്ബൻഡ് വരുമ്പോൾ മിനിമം താല്പര്യമല്ലേ ഉള്ളൂ. 5-10 മിനിറ്റ് വേണ്ടിയിട്ട് ഞാൻ ഒരഭിനയവും കാഴ്ചവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞതുമില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ വിശേഷം എനിക്കുണ്ടാകുന്നത്. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മോളുണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എല്ലാം ഏതിൻ്റെ ഫലമായിരുന്നുവെന്ന്. പക്ഷേ എല്ലാം എങ്ങനെയൊക്കെയോ മേക്കപ്പായി പോയി. ആ രഹസ്യം എൻ്റെ മനസ്സിൽ ഞാൻ കുഴിച്ചു മൂടി, ആരും അറിയാതെ സൂക്ഷിച്ചു. പക്ഷേ എൻ്റെ മകൾക്ക് അപകർഷതാബോധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കല്യാണം കഴിയുന്നത് വരെ അവൾക്ക് വലിയ പ്രശ്നമായിരുന്നു, നല്ല സുന്ദരനായ ചെക്കനെ കിട്ടുമോ, അവളെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന്. പക്ഷേ അവൾ ഇരുണ്ട നിറക്കാരിയാണെങ്കിലും എൻ്റെ സൗന്ദര്യം അവൾക്ക് അപ്പാടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും
കല്യാണം ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴില്ലേ ഏറ്റവും നല്ല സുന്ദരനെ തന്നെയാണ് അവൾക്ക് കിട്ടിയത്. എനിക്കത് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് അവൾ മനസ്സ് നിറഞ്ഞ് എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ വിജയിച്ചു എന്ന്. സൗന്ദര്യത്തിനും നിറത്തിനുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത പ്രാധാന്യങ്ങളുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായി. എൻ്റെ മകളോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല മോളെ. അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്ന് പറയണമെന്ന് 100 വട്ടമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ കഥകൾ വെളിച്ചത്താകുമല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. മരുമകന് എൻ്റെ മകളെ ഒത്തിരി ഇഷ്ടമാണ്. ഇരുണ്ട നിറമുള്ള പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആണുങ്ങളുണ്ട്. അതിലൊരുത്തനാണ് അവനും. അതുകൊണ്ട് അവരുടെ ജീവിതം നല്ല സന്തോഷപൂരിതമാണ്. എൻ്റെ മകൻ വിദേശത്ത് സെറ്റിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പലവട്ടം വിദേശത്ത് പോയിട്ട് വന്നിട്ടുണ്ട്, വെക്കേഷനൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഭർത്താവിന് വിദേശ രാജ്യങ്ങളോടൊക്കെ ക്രേസാണ്. ഈ സമയത്ത് മകൻ ഒരു ടൂർ അറേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് പോകാനേ പറ്റില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് അതിനൊക്കെ അതീവ തൽപരനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു പോയിട്ട് വാ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എൻ്റെ മകൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ആ ടൂറൊക്കെ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ അമ്മായിമ്മ ഒന്നുമില്ല. പുള്ളിക്കാരി മരിച്ചു പോയിട്ട് ഒത്തിരി വർഷമായി. ഞാൻ തനിയെ താമസിച്ചോളാം, പ്രശ്നമില്ല. പിന്നെ മകനും മരുമകളും ഒക്കെ ഏകദേശം കുറേ ദൂരത്തുണ്ട്. പിന്നെ കാലപ്പോക്കിൽ സജിച്ചേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അറ്റുപോയി. അദ്ദേഹം ഇപ്പോൾ ജീവനോടെയുമില്ല. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയായിരുന്നു. അത് ഒരു ഓർമ്മയായി നിൽക്കുന്നു. പിന്നെ ഞാനിന്ന് സജിച്ചേട്ടനുമായി തെങ്ങുതടത്തിൽ വെച്ച് കണ്ട ആ സ്ത്രീയില്ലേ, അന്ന് പശുവിനെ വളർത്തിരുന്ന സ്ത്രീ, അവരിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പുറപ്പണിയൊക്കെ ചെയ്യാറുണ്ട്. പണ്ടത്തെ പോലെ വിശാലമായ പറമ്പൊന്നും ഞങ്ങൾക്ക് ഇല്ല. അവിടെ കിടപ്പുണ്ട്, പക്ഷേ കൃഷിയൊന്നുമില്ല. തെങ്ങൊക്കെ വളർന്നു നിൽക്കുകയാണ്. ഭർത്താവ് പോയി കഴിഞ്ഞാൽ അവർ കൂട്ടുകിടക്കാൻ വരും. അവരിപ്പോഴും പ്രായമായെങ്കിലും മിടുക്കി തന്നെയാണ്. പിന്നെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയും ചെയ്യും. വന്നു കഴിഞ്ഞാൽ പഴയ കഥകളൊക്കെ വിസ്തരിച്ച് പറയും. ഇപ്പോഴും പുള്ളിക്കാരി റെഡിയാണ്. പക്ഷേ പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ മൂലം മാർക്കറ്റ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണെന്നും പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ കേട്ട് ചിരിക്കും. എന്നിട്ട് ഞാൻ പതിവ്രതയാണെന്ന് ഭാവിക്കുകയും ചെയ്യും. എന്നാലും എൻ്റെ സുമേ, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഴിയുന്നത് എന്ന് ചോദിച്ച് ഞാൻ നല്ലവൾ ചമയും. അല്ലാതെ എന്താ ചെയ്യുക? അവരോട് പറഞ്ഞാൽ അത് മതി, പത്രത്തിൽ അച്ചടിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ എനിക്ക് കൂട്ടുകിടക്കാൻ വന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ ദിവസവും എൻ്റെ മരുമകനും മോളും വരും. എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് തരും. ചില ദിവസങ്ങളിൽ പകലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോൻ ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തരും. അങ്ങനെ സ്നേഹമുള്ള ആളാണ്. ഒരു ദിവസം അവരെവിടെയോ പോയിട്ട് കറങ്ങിയിട്ടാണ് വൈകുന്നേരം വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ എണ്ണ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി തല തേച്ചതാ, എന്നിട്ട് എനിക്ക് കുളിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താടാ, കുളിച്ചിട്ട് വാ. അവർ പൊറോട്ടയും മറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് സുമ അവിടേക്ക് വന്നത്. അവൻ പക്ഷേ കുളിച്ചില്ലായിരുന്നു. സുമ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തുണ്ട് അപ്പുറത്തുനിന്ന് അവൻ തോർത്തുമുടുത്ത് വന്നിട്ട്, ആ അമ്മേ പൊറോട്ട തണുത്തു പോയെങ്കിൽ ഒന്ന് ചൂടാക്കണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോളെ ഏൽപ്പിച്ചു. ആ സമയത്ത് സുമയോട് ഇരിപ്പുണ്ടല്ലോ, ഒരു ടർക്കി മാത്രം അരയിലെടുത്തുകൊണ്ടാണ് അവൻ വന്നത്. അവൻ പോയി കുളിച്ചിട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. അവർ ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ മരുമകനെക്കുറിച്ച് സുമ അത്ഭുതം കൂറി വർണ്ണന തുടങ്ങി. അയ്യോ എന്ത് രസമാണ് കാണാൻ, എന്തൊരു സുന്ദരനാണ്. മുഖസൗന്ദര്യം പണ്ടേ ഉണ്ട്, പക്ഷേ ബോഡിയൊക്കെ ഇരിക്കുന്ന കണ്ടോ. ജിമ്മിൽ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ജിമ്മിൽ പോകുന്നുണ്ടോ എന്ന്. ഷോ എന്തായാലും സിനിമാ നടന്മാരൊക്കെ ഇല്ലയോ ചില സിനിമയിൽ ഇങ്ങനെ ടർക്കി കൊടുത്തു വരുന്ന കണ്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊരു വെളുപ്പാണേ, എന്തൊരു സുന്ദരനാണ്. കാലും കൈയും ഒക്കെ കണ്ടോ, ശരിക്കും ഭയങ്കര ആണത്തുള്ള ഒരാൾ. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം അങ്ങ് തുടിച്ചു പോയി. എൻ്റെ ചെറുപ്പകാലത്ത് വല്ല വരുന്നുണ്ടെങ്കിൽ ഞാനില്ലേ അവനെ സ്വന്തമാക്കിയേനെ, അത്രയ്ക്ക് സൗന്ദര്യമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്തായി പറഞ്ഞത്? എൻ്റെ മോനെക്കുറിച്ചാണോ പറയുന്നത്? മോനല്ലല്ലോ, മരുമോനല്ലേ. എന്നാലും എൻ്റെ മോളുടെ ഭർത്താവല്ലേ. ആ അതിനിപ്പോൾ എന്താണ്, നല്ല സുന്ദരനായതുകൊണ്ട് ഞാൻ പറഞ്ഞു. പണ്ടേ സുന്ദരന്മാരെ എനിക്ക് വീക്ക്നെസ്സാ, ഇപ്പോഴും ആവതില്ലെങ്കിലും ഞാൻ അതൊക്കെ നോക്കും. ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ ജീവിതം നീ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, ഓ അത് ഞാൻ എൻ്റെ മോഹം കൊണ്ടങ്ങ് പറഞ്ഞതാ. എന്നാലും ഷോ എനിക്കറിയില്ല, ഇന്ന് മുഴുവനും എൻ്റെ മനസ്സിൽ അവൻ്റെ രൂപം മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കൂ, എൻ്റെ മകളുടെ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി കിടന്നപ്പോൾ എൻ്റെ ഉറക്കം പോയി. ഇത്രയും നാളും ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ സുമയെപ്പോലൊരു സ്ത്രീ ഇങ്ങനെ വർണ്ണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്തോ ഒത്തിരി പ്രഷ്യസ് ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. അവൾ ഇത്രയും നല്ലവനാണെന്ന് പറയണമെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്
ഫീലിങ്സ് ഉള്ള അവൾ അവന് മാർക്കിടണമെങ്കിൽ, അവൾ പോലും മോഹിക്കണമെങ്കിൽ, ഈ പ്രായത്തിലും ഇനിയൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും. എൻ്റെ മോൾ ഭയങ്കര ഭാഗ്യവതിയാണ് എന്നൊക്കെ ഓർത്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ആ ചിന്തകൾ പെട്ടെന്നാണ് കടന്നു കയറി കൂടുമാറിയത്. പണ്ട് സുമയുടെ തെങ്ങന്തട ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെയായിരുന്നു എൻ്റെ മനസ്സ്. ടോട്ടലി മാറിപ്പോയി. അന്ന് എനിക്ക് ചെറുപ്പമാണ്, ധൈര്യമുണ്ട്. ഇപ്പോൾ ഒട്ടും ധൈര്യമില്ലെങ്കിലും എൻ്റെ മനസ്സ് ഒരു നിമിഷം കൊണ്ട് മാറി. പിന്നീട് മരുമകൻ വരുമ്പോൾ എൻ്റെ നോട്ടം എവിടേക്കോ പോയി. എനിക്കാകെ വെപ്രാളമായി. ഒരു ദിവസം അവൻ ഉച്ചയ്ക്ക് സാധനങ്ങളുമായി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്. ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും 2-3 വട്ടം എൻ്റെ നോട്ടം മാറിയപ്പോൾ അവന് പിടികിട്ടി. എന്താമ്മേ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല മോനെ. ഒരു ദിവസം നീ ഇവിടെ ഒന്ന് കുളിച്ചില്ലേ, അപ്പോൾ ടർക്കി എടുത്ത് നീ അതിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും സുമ രാത്രിയിൽ നിന്നെ അങ്ങ് വർണ്ണിക്കുകയായിരുന്നു. അവൾ എന്തൊക്കെയോ കടന്നു കയറി എന്നോട് പറഞ്ഞു. എന്താ അമ്മേ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിന്നോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അവളുടെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. അവൾ ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ നിസ്സാരമായി ചിരിച്ചു. അത്രയേ ഉള്ളൂ, ഇത് വലിയ കാര്യമാണോ? എല്ലാവരെയും കാണുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും അഭിപ്രായം കാണില്ലേ? അവനത് തുറന്നു പറഞ്ഞു. അതൊന്നും ഒരു പ്രശ്നമല്ലമ്മേ, ഈ കാലത്തിലൊന്നും സദാചാരം മനസ്സിൽ കട്ടിയായി വെച്ചുകൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാണടാ. എനിക്കതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത പ്രശ്നം. നിന്നെ അഭിമുഖീകരിക്കാൻ ഒരു മടി പോലെ. അതിന് ഞാൻ അമ്മയോട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല മോനെ, അതാണ് പ്രശ്നം. എനിക്കറിയില്ലടാ. അവൾ വർണ്ണിച്ചപ്പോൾ എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു വരുന്നത് എന്നോട് അട്രാക്ഷൻ തോന്നിയെന്നാണോ? ഞാൻ മുക്കിയും മൂളയും അതേ മോനെ, എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് തെറ്റൊന്നുമല്ല അമ്മേ, രഹസ്യമായിരിക്കുകയാണെങ്കിൽ എന്താമേ ഒരു തടസ്സവുമില്ല. അമ്മയ്ക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എനിക്കും ആഗ്രഹങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളെന്ന് പറഞ്ഞു. മോനെ, പ്രശ്നമാകില്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പ്രശ്നമാക്കിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രശ്നം? നമ്മൾ രണ്ടുപേരും കൂടി ഒത്തുപിടിച്ചാൽ ഏത് മലയും പോകും. അമ്മ ആരോടും പറഞ്ഞില്ലെങ്കിൽ ഞാനും പറയില്ല. അമ്മയുടെ ഏജിലുള്ളവർ ഞങ്ങളുടെ ഫാൻറ്റസിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് മത്താപ്പൂത്തിരി കത്തിച്ച പോലാണ് തോന്നിയത്. അപ്പോൾ തന്നെ ഞാൻ അതിന് കടന്ന് പണ്ടത്തെ പോലെ തന്നെ പെരുമാറി. ഒരു നിമിഷം പോലും ഞാൻ ബാക്കി വെച്ചില്ല. പണ്ട് കാലത്ത് എങ്ങനെയാണോ ആ ആർജവും ഊർജവുമെല്ലാം എനിക്ക് തിരിച്ചു വന്നു. എനിക്കൊരു മടിയുമില്ലായിരുന്നു. ഭർത്താവിൻ്റെ കണ്ണിൽ ഞാൻ പതിവ്രതയാണെങ്കിലും ആവാഹിക്കാൻ ഞാനൊരു മിടുക്കിയാണല്ലോ. പിന്നെ മരുമകൻ്റെ ഇൻട്രസ്റ്റും തത്തുല്യമായതുകൊണ്ട് ആവാഹനം അതിമനോഹരം. അങ്ങനെ തുടങ്ങിയപ്പോൾ പിന്നെ പണ്ടത്തെ കൊടുങ്കാറ്റ് എനിക്ക് വീണ്ടും പുറത്തെടുക്കേണ്ടി വന്നു. ഒരു പ്രശ്നവുമില്ല. ഞാൻ ഓർക്കുകയാണ്, പ്രായമായെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ അസ്വസ്ഥതകളും എന്തൊക്കെയോ കാര്യങ്ങളും ഞാൻ ഒരു വഴിക്ക് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഒരു 18കാരുടെ ആരോഗ്യം എനിക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും നാളുള്ള എൻ്റെ അസ്വസ്ഥതകൾ എല്ലാം മാറിക്കിട്ടി മാഡം. തെറ്റാണെന്നറിയാം, എങ്കിലും എൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഉന്നതി വന്നിട്ടുണ്ട്. എന്താണ് മാഡം അങ്ങനെ? എൻ്റെ ക്ഷീണവും തളർച്ചയും എല്ലാം പോയി. ഞാനിപ്പോൾ അത്യധികമായ സന്തോഷത്തിലാണ്. തെറ്റാണെങ്കിലും എനിക്ക് ഈ സംഭവം കൊണ്ട് പാതി വയസ്സ് കുറഞ്ഞപ്പോൾ തോന്നുന്നു ഞാൻ സന്തോഷവതിയും ഊർജ്ജസ്വലയുമാണ്. ഇത് തെറ്റാണോ മാഡം? എനിക്ക് ബെനിഫിറ്റുകൾ അധികമുള്ളൊരു കാര്യം ഞാൻ തുടരുന്നതിൽ കുഴപ്പമുണ്ടോ മാഡം? ഇത്തരം ഒരു കാര്യം കുടുംബത്തിൽ തുടരുന്നത് നല്ലതാണെന്നോ തുടരണമെന്നോ ഒന്നും നമുക്കൊരിക്കലും ഉപദേശിക്കാൻ പറ്റില്ല. തെറ്റാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ശരിയാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അത്ര ഹിതകരമൊന്നും ആയിരിക്കില്ല. എങ്കിലും നമ്മളുടെ ഇഷ്ടം, മനസ്സിൻ്റെ ഇഷ്ടം ഒക്കെ നമ്മളെ മറ്റു ലോകത്തേക്ക് നയിക്കും. പിന്നെ ശരിയാണ്, ഹെൽത്തി ആയിട്ടുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, ബന്ധം, ഇവയ്ക്കൊക്കെ ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സൈക്കോളജിക്കൽ മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യന് ഏറ്റവും സംതൃപ്തിയുള്ള ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിൽ നിന്നുണ്ടാകുന്ന ഊർജം വളരെ വലുതാണ്. പക്ഷെ ധാർമ്മികമായി നോക്കുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് എനിക്കതിൽ ഉത്തരമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കോ ഫാമിലിക്കോ സമൂഹത്തിനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഉണ്ടാക്കാതെ ഇരിക്കുന്ന കാലത്തോളം നല്ലതാണ്. പക്ഷെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നവരില്ല, നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. ചെറുപ്പമായി, മനസ്സന്തോഷമുണ്ട്, ആരോഗ്യം വർദ്ധിച്ചു എന്നൊക്കെ പറയുന്നതിനെ അംഗീകരിക്കാമെങ്കിലും മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് നല്ലതായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ അഭിപ്രായമില്ല.